ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. വചനമായി അവതരിച്ച കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ, ആ വചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന്. ഈശോയുടെ പിറവിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുള്ള രണ്ട് കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഇന്ന് ഈ വചനധ്യാനത്തിൽ നമ്മുടെ കൂടെ കൂട്ടുന്നത്. രണ്ട് മാതാപിതാക്കളെ. നമുക്കറിയാം, വിശുദ്ധരായ മാതാപിതാക്കളെ ഈ കാലത്തിന് ആവശ്യമുണ്ട്. ദൈവീകരായ പ്രാർത്ഥനയുള്ള മാതാപിതാക്കളെ. ഇന്നത്തെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്താണ്? ദൈവമേ, ഇവരുടെ മാതാപിതാക്കൾ അവരെങ്ങനെയാകും ഇവരെ വളർത്തിയത്? മാതാപിതാക്കളുടെ വലിയ ആശങ്ക എന്താണ്? കുട്ടികളെ എങ്ങനെയാണെന്ന് വിശുദ്ധിയിൽ വളർത്താൻ പറ്റുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ വലിയ ആശങ്കകൾ. അതുകൊണ്ട് തന്നെ ഇവര് ഈ കാലത്ത് പ്രസക്തിയുള്ളവരാണ്. ഈ രണ്ടുപേർ, സക്കറിയായും എലിസബത്തും, സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കൾ. ഒരു പശ്ചാത്തലമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. സക്കറിയ പുരോഹിതനാണ്. നിങ്ങൾക്കറിയാമോ, ഈശോയുടെ കാലത്ത് 20,000 പുരോഹിതരുണ്ടായിരുന്നു. ആകപ്പാടെ ഒരു ദേവാലയമേ ഉള്ളുവെന്ന് ഓർക്കണം. നമ്മളെപ്പോലെ എല്ലാ ഇടങ്ങളിലും ഒന്നും ദേവാലയവും അവിടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഓരോ പുരോഹിതരും എന്ന ശൈലി അല്ല അന്നുണ്ടായിരുന്നത്. ജെറുസലേം ദേവാലയം, ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ 20,000 പുരോഹിതരുണ്ട്. ഈ 20,000 പുരോഹിതരെ 24 ഗ്രൂപ്പായിട്ട്, വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയായിരുന്നു. ഒരു ഗ്രൂപ്പിന് വർഷത്തിൽ 2 പ്രാവശ്യം, ഓരോ ആഴ്ച വെച്ച് 2 പ്രാവശ്യമാണ് ദേവാലയ ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടുന്നത്. അത്തരത്തിലൊരു പുരോഹിതൻ 24 ഗ്രൂപ്പുകളിൽ 8ാമത്തെ, അബിയ വംശത്തിലെ 8ാമത്തെ ഗ്രൂപ്പിലെ പുരോഹിതനാണ് ആര്? സക്കറിയ. സക്കറിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ദൈവം ഓർത്തു, ദൈവം അനുസ്മരിച്ചു എന്നൊക്കെയാണ്. ഇനി എലിസബത്ത്. എലിസബത്തും ഒരു പുരോഹിതന്റെ മകളാണ്. പുരോഹിത വംശത്തിൽപ്പെട്ടവളാണ്. അഹറോന്റെ വംശത്തിൽപ്പെട്ടവളാണ് എലിസബത്തും. എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവൾ എന്നാണ്. സക്കറിയ ദൈവം അനുസ്മരിച്ചു, ദൈവം ഓർത്തു. എലിസബത്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവൾ. ഇത്രയും കാര്യം പറഞ്ഞത് ഈ സക്കറിയായും എലിസബത്തും, ഈ 2 പേരുടെ കൊച്ചു കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി ഈ കുടുംബത്തിന്റെ 3 പ്രത്യേകതകൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ സക്കറിയായ്ക്ക് ദൈവത്തിന്റെ ദർശനം ഉണ്ടാകുന്നത് ഗബ്രിയേൽ മാലാഖ വഴി ദൈവം സന്തോഷത്തിന്റെ സദ്വാർത്തയുടെ ദൂത് അറിയിക്കുന്ന ഭാഗമാണ്. നമുക്കറിയാവുന്ന ഭാഗമാണ്. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ധ്യാനിച്ചു തുടങ്ങുന്നത് ഈ സക്കറിയ എലിസബത്ത് കുടുംബത്തിന്റെ 3 പ്രത്യേകതകൾ. ഒന്നാമത്തത്, ഈ കുടുംബത്തെക്കുറിച്ച് സുവിശേഷം എഴുതി വച്ചിരിക്കുന്ന വാക്യം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഒരു കുടുംബത്തെക്കുറിച്ച് സുവിശേഷം കുറിച്ചിടാവുന്നതിൽ വെച്ച് ഏറ്റവും വിശുദ്ധിയുടെ ഗന്ധമുള്ള വാക്കുകളാണത്. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു അവർ. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവരായിരുന്നു അവർ. ഈ 2 കാര്യങ്ങൾ ഓർക്കുക. ഞാൻ പറഞ്ഞു, സക്കറിയ എലിസബത്ത് കുടുംബത്തിൻ്റെ 3 പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തതാണിത്, ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുള്ളവർ, ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നവർ. നമ്മുടെയൊക്കെ കുടുംബങ്ങളെക്കുറിച്ച് അവസാനം ദൈവം ഒരു കുറിപ്പ് എഴുതിയിടുമ്പോൾ ഇങ്ങനൊരു കുറിപ്പ് എഴുതുമോ? ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നവർ, ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുള്ളവർ. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ചുറ്റുമുള്ളവർ നമ്മളെ വിലയിരുത്തുമെന്നറിയാവുന്നത് കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ നോക്കും. അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണമല്ലോ. പക്ഷേ ചോദിക്കേണ്ട ചോദ്യം, ദൈവം നമ്മളെക്കുറിച്ച് നല്ലത് പറയുമോ? ദൈവപ്രമാണങ്ങൾ പാലിക്കുന്ന കുടുംബമെന്ന് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു വിശേഷണത്തിന് യോഗ്യരാണോ നമ്മൾ? ഇതാണ് സക്കറിയ എലിസബത്ത് കുടുംബത്തിൻ്റെ പ്രത്യേകത.
ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് അവർക്ക് എന്തിൻ്റെ കുറവാണ്. ചില കുടുംബങ്ങൾ വളരെ ദൈവഭക്തിയിൽ ഒക്കെ ജീവിക്കുമ്പോൾ ചിലർ പറയും അവർക്ക് എന്തിൻ്റെ കുറവാണ്, അതുകൊണ്ട് അവർക്ക് എളുപ്പമുണ്ടല്ലോ ദൈവഭക്തിയിൽ ജീവിക്കാൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, ഇനി ജീവിക്കുന്നതിന് എന്നാ ബുദ്ധിമുട്ട് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സക്കറിയ എലിസബത്ത് കുടുംബത്തിൻ്റെ പ്രത്യേകത വളരെ ഗൗരവമായ ചങ്ക് തുളയ്ക്കുന്നൊരു വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബമായിരുന്നു അത്. രണ്ടാമത്തെ പ്രത്യേകത, വേദനിക്കുന്ന കുടുംബമാണത്. ഒന്ന്, നീതിയുള്ള കുടുംബമാണ്. രണ്ട്, വേദനിക്കുന്ന കുടുംബമാണ് സക്കറിയായുടെയും എലിസബത്തിൻ്റെയും. എന്താണ് അവരുടെ വേദന? ഏറ്റവും വലിയ വേദന എന്താണ്? അവർക്ക് സന്തതികളില്ല, മക്കളില്ല. യഹൂദ ചിന്തയനുസരിച്ച് മക്കളില്ല എന്ന് പറഞ്ഞാൽ അത് ദൈവശാപമാണ്. ദൈവം ഉപേക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാര്യയ്ക്ക് മക്കളില്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കാൻ യഹൂദ നിയമം അനുവദിക്കുന്നുണ്ട്. അവളെ ഉപേക്ഷിച്ച് വേറെ ഒരുവളെ പരിഗ്രഹിച്ച് അവളിലൂടെ സന്താനങ്ങളെ ജനിപ്പിക്കുവാൻ നിയമം അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സക്കറിയായും എലിസബത്തും മക്കളില്ലാതെ ജീവിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ചേർത്ത് വായിച്ചേ. നീതിയോടെ ജീവിച്ചു, ദൈവപ്രമാണങ്ങൾ പാലിച്ച് ജീവിച്ചു, എന്നിട്ടും ജീവിതത്തിൽ വേദനകളുണ്ട്. അതായത് ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിക്കുന്നു എന്ന് വിചാരിച്ച്, ദൈവപ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു എന്ന് വിചാരിച്ച് എൻ്റെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകരുതെന്ന് ശാഠ്യം പിടിക്കരുത്. മനസ്സിലായല്ലോ? ആ കാര്യം കിട്ടിയല്ലോ നിങ്ങൾക്ക്? സക്രിയയ്ക്കും എലിസബത്തിനും സംഭവിച്ച കാര്യം അതല്ലേ? ഒരു വേദനിക്കുന്ന കുടുംബമാണ്. അവരുടെ വേദനയുടെ പാരമ്യം കൂട്ടുന്ന മറ്റൊരു രണ്ട് കാര്യങ്ങളാണ് അവരുടെ വേദന. ഒന്നാമത്തത്, അവർക്ക് മക്കളില്ല. രണ്ടാമത്തെ കാര്യം, ദേ ആർ ഏജ്ഡ്, അവർക്ക് പ്രായമേറി. ഈ പ്രായമേറി എന്ന് പറയുന്നത് ഇനി ഒരു ഉത്തരത്തിനുള്ള സാധ്യത കൂടി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സന്താനത്തിനുള്ള സാധ്യത കൂടി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു, പ്രതീക്ഷ അറ്റുപോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അവർക്ക് പ്രായമേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ കാലത്തെ മാതാപിതാക്കൾക്ക് മാതൃകയാകുന്ന ഒരു കുടുംബത്തെക്കുറിച്ച്, ആകേണ്ട ഒരു കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവിഷൻ പോകുന്നത് നമ്മൾ ചിന്തയിൽ അങ്ങ് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് പറഞ്ഞു തീരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് പതിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവിഷൻ പോകുന്നത്, വീണ്ടും ആദ്യം തൊട്ട് കറങ്ങി വരുന്നത്. സക്കറിയ എലിസബത്ത് കുടുംബം 3 പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ പ്രത്യേകത, നീതിയുള്ള ദൈവപ്രമാണങ്ങൾ പാലിക്കുന്ന കുടുംബം. രണ്ടാമത്തത്, അങ്ങനെ നീതിയോടെ ദൈവപ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോഴും വേദനിക്കുന്ന കുടുംബം കൂടിയാണ് സക്കറിയയുടെയും എലിസബത്തിൻ്റെയും കുടുംബം. മൂന്നാമത്തത്, അവർ ആരാധിക്കുന്ന കുടുംബമാണ്, ദൈവ ആരാധനയുടെ കുടുംബമാണത്. ഈ വേദനയുടെ നടുവിലും അവർ ദൈവത്തെ തള്ളിപ്പറയാൻ നോക്കുന്നില്ല, അവർ ദൈവത്തെ ഉപേക്ഷിച്ച് കളയാൻ നോക്കുന്നില്ല. അവർ ചെയ്യുന്ന എന്താണ്? വീണ്ടും സക്കറിയ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ദൈവത്തിന് ആരാധന സമർപ്പിക്കുവാൻ. സക്കറിയയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം ജീവിതത്തിൽ ഏറ്റവും പുണ്യപ്പെട്ട ദിവസമാണ്. കാരണം ആ ആഴ്ച സക്കറിയയുടെ ഗ്രൂപ്പിനാണ്, 8ാമത്തെ ഗ്രൂപ്പിനാണ് ദൈവാരാധനയ്ക്ക് അവസരം. ആ 8ാമത്തെ ഗ്രൂപ്പിൽ തന്നെ കാണും 1000-ന് മുകളിൽ പുരോഹിതർ. അവരിൽ തന്നെ 5ഓ 6ഓ പേർക്ക് മാത്രം കിട്ടുന്ന അവസരമാണ് എന്ത്? അകത്ത് കയറി ധൂപാർപ്പണം നടത്താനുള്ള അവസരം. സക്കറിയയ്ക്ക് അന്ന് അങ്ങനെ കുറി വീഴുകയാണ് ധൂപാർപ്പണം നടത്തുവാൻ. പ്രിയമുള്ളവരെ, ഞാൻ പണ്ടൊരിക്കൽ 8 പടികളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ദൈവത്തെ കണ്ടെത്തുന്നതിൻ്റെ, ദൈവ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ, രക്ഷ സ്വന്തമാക്കുന്നതിൻ്റെ 8 പടികൾ. അതിനകത്ത് ഞാൻ ഓർക്കുന്നത് 3ാമത്തെയോ 4ാമത്തെയോ പടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വഴുക്കലുള്ള പടിയാണ്, വഴുക്കലുള്ള പടിയാണെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ പടി? പെർസിവറൻസ്, നിലനിൽപ്പ്. പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ പറ്റുക. ചില വേദനകളും ദുഃഖങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ദൈവത്തെ തള്ളി പറഞ്ഞു പോയേക്കരുത്. എല്ലാം നന്നായിട്ട് ഞാൻ ചെയ്തല്ലോ, പിന്നെ എന്തിനാ എൻ്റെ കൊച്ചിന് ഈ രോഗം തന്നത്? എല്ലാം നന്നായിട്ടല്ലേ ഞാൻ ചെയ്യുന്നത്, പിന്നെ എന്തിനാ എൻ്റെ ജീവിത പങ്കാളിയെ നീ പെട്ടെന്നങ്ങ് വിളിച്ചത് എന്നൊക്കെ ചോദിച്ച് ദൈവത്തെ തള്ളിപ്പറയാൻ പ്രലോഭനങ്ങൾ കൂടും. അരുത്. നിലനിൽപ്പിൻ്റെ വരം ചോദിക്കണം. അങ്ങനെ വരുമ്പോഴും പ്രാർത്ഥിക്കുവാൻ സക്കറിയ ചെയ്തതുപോലെ വേദനകൾ ജീവിതത്തിലുണ്ട്, അപ്പോഴും സന്തോഷത്തോടുകൂടി ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് പ്രവേശിച്ച് അവന് ധൂപം സമർപ്പിക്കുവാൻ മനസ്സൊരുക്കുന്ന സക്കറിയ നമുക്ക് മാതൃകയാണ്. ഈ സക്കറിയ അകത്ത് കയറി പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ 3 പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തത്, നീതിയുള്ള കുടുംബം. 2, വേദനിക്കുന്ന കുടുംബം. 3, ആരാധിക്കുന്ന കുടുംബം. ഈ കുടുംബം പ്രാർത്ഥന, ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സക്കറിയ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം എന്താണ്? ദൈവം അവന് ഉത്തരം നൽകുകയാണ്. ദൈവം അവന് ഉത്തരം നൽകുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിലെ ദൂതൻ ഗബ്രിയേൽ വന്നിട്ട് പറയുകയാണ്, സക്കറിയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. എന്തായിരിക്കും സക്കറിയയുടെ പ്രാർത്ഥന? ഞാൻ വിചാരിക്കുന്നത്
സക്കറിയ 2 പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടാകും. ഏതൊക്കെയാണത്? ഒന്ന്, തീർച്ചയായിട്ടും എനിക്കൊരു പുത്രനെ അല്ലെങ്കിൽ ഒരു പുത്രിയെ ലഭിക്കണം, സന്താനം ലഭിക്കണം എന്ന് സക്കറിയ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. രണ്ടാമതൊരു പ്രാർത്ഥനയും കൂടെ സക്കറിയ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഉത്തരവും സക്കറിയ കിട്ടിയിട്ടുണ്ട്. എന്തായിരിക്കും ആ പ്രാർത്ഥന? രണ്ടാമത്തെ പ്രാർത്ഥന, ദൈവജനത്തിനു വേണ്ടി പുരോഹിതൻ ദേവാലയത്തിനകത്ത് കയറി പ്രാർത്ഥിക്കുമ്പോൾ സക്കറിയ എന്ന പുരോഹിതൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവമേ ഞങ്ങളുടെ ജനത്തെ നീ രക്ഷിക്കണമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ നീ അയക്കണമേ എന്നുകൂടി ആ പുരോഹിതൻ പ്രാർത്ഥിച്ചു കാണണം. ആ 2 പ്രാർത്ഥനകളുടെയും ഉത്തരം കിട്ടുകയാണ്. ആദ്യത്തെ പ്രാർത്ഥനയുടെ ഉത്തരത്തെക്കുറിച്ച് ദൂതൻ പറയുന്നുള്ളൂവെങ്കിലും ഉടൻ തന്നെ അടുത്ത പ്രാർത്ഥനയുടെ ഉത്തരവും ചരിത്രത്തിൽ സംഭവിച്ചു കഴിയുകയാണ്. മിശിഹ ആഗതനാവുകയാണ്. അങ്ങനെ ഗബ്രിയേൽ ഉത്തരം കൊടുക്കുമ്പോൾ ഈ ഉത്തരം കൊടുത്ത രീതിക്ക് പോലും പ്രത്യേകതയുണ്ട് കേട്ടോ. ദൈവത്തിൽ നമ്മൾ ശരണം വയ്ക്കുമ്പോൾ ദൈവം ഉത്തരം തരുന്ന രീതിക്ക് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്, വളരെ പേഴ്സണലായിട്ടാണ് ദൈവം അവനെ സമീപിക്കുന്നത്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവന്, വേദനകളുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് ദൈവം ഉത്തരം കൊടുക്കുന്നത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട്, വളരെ പേഴ്സണലായിട്ട് ദൈവം ദൂതനെ അയക്കുകയാണ് അവന് വേണ്ടി. രണ്ടാമത്, എന്തു പ്രാർത്ഥനയാണോ അവൻ നടത്തിയത് അതിൻ്റെ ഉത്തരം കൃത്യമായി ലഭിക്കുകയാണ്. ഒന്നാമത്, ദൈവം വ്യക്തിപരമായി അവനെ സമീപിക്കുന്നു. രണ്ടാമത്, എന്തു പ്രാർത്ഥനയാണോ അവൻ നടത്തിയത്, എനിക്കൊരു പുത്രനെ ലഭിക്കണം, അതിൻ്റെ ഉത്തരം കൃത്യമായി, ഒട്ടും കുറവില്ലാതെ അതായിട്ട് തന്നെ ലഭിക്കുകയാണ്, നിനക്കൊരു പുത്രൻ ജനിക്കും. മൂന്നാമത്, ആ ഉത്തരം വിശിഷ്ടമായ ഉത്തരമാണ്. ഒരു കേവലം പുത്രനെ, ഒരു സാധാരണ മനുഷ്യനെ, ഒരു സാധാരണ മകനെ ആയിരിക്കണം സക്കറിയ ചോദിച്ചത്. പക്ഷേ നൽകിയതോ വിശിഷ്ടമായ ഒരു ഉത്തരമാണ്. സ്നാപക യോഹന്നാനെ കുറിച്ച്, അതായത് വിശിഷ്ടമായ ഈ ദൈവത്തിന്റെ ഉത്തരത്തെക്കുറിച്ച് ദൂതൻ പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്, അവൻ നിനക്ക് ആനന്ദം തരും. എല്ലാ മക്കളെയും കുറിച്ച് അപ്പനമ്മമാർ ആഗ്രഹിക്കുന്ന എന്താ? വീട്ടിൽ അവനെ കൊണ്ട് സന്തോഷം ഉണ്ടാകണം, അല്ലേ? അവൻ നിനക്ക് ആനന്ദം തരും. രണ്ടാമത്തെ കാര്യം, അനേകർ അവനെക്കുറിച്ച് ആഹ്ലാദിക്കും. അതായത് അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ മാത്രമല്ല, ചുറ്റുമുള്ളവർ, സമൂഹം അവനെക്കുറിച്ച് ആഹ്ലാദിക്കും. മൂന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. നോക്കിക്കേ, ഒരു മകനെക്കുറിച്ച് ഇതിലും വലിയ എന്ത് വിശേഷണമാണോ ഒരപ്പന് കേൾക്കാനുള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കഴിയാതെ പോകുന്നത് ഈ 3 കാര്യങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, സമഗ്രത, ബാലൻസ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അതായത് സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? അവൻ നിനക്ക് ആനന്ദം തരും. ചില കുട്ടികളുണ്ട്, നാട്ടിലൊക്കെ ഭയങ്കര മതിപ്പാണ് അവരെക്കുറിച്ച്, സ്കൂളിലും കോളേജിലും ഒക്കെ ഭയങ്കര മതിപ്പാണ് അവരെക്കുറിച്ച്. പക്ഷേ എന്ത് ചെയ്യാം, സ്വന്തം അപ്പനും അമ്മയ്ക്കും അവളെ കൊണ്ട് ഒരു ആനന്ദവും കിട്ടുന്നില്ല. എന്നും തലവേദനയാണ്. എന്തൊരു വിഷമമായിരിക്കും അതല്ലേ? ഇവിടെ യോഹന്നാനെ കുറിച്ച് പറയുന്നത് അവൻ നിനക്ക് ആനന്ദം തരും. ഒരപ്പൻ്റെ വലിയ സന്തോഷമാണത്, മക്കള് ആനന്ദം തരുമെങ്കിൽ. രണ്ടാമത്തെ കാര്യം, അവൻ അനേകർക്ക് ആഹ്ലാദമായിരിക്കും. അപ്പനും അമ്മയ്ക്കും മാത്രമല്ല, ചുറ്റുമുള്ളവർക്കൊക്കെ അവൻ ആഹ്ലാദത്തിന് കാരണമാകും. ചില കുട്ടികൾക്ക് സംഭവിക്കുന്ന അപകടം, അവരുടെ ഒറ്റ കൺസേൺ എൻ്റെ അപ്പനും അമ്മയും. അവർ പഠിക്കുന്നത് അപ്പനും അമ്മയ്ക്കും വേണ്ടി, അവർ ജോലി ചെയ്യുന്നത് അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ട്, അവരുടെ സമ്പാദ്യമൊക്കെ എൻ്റെ ഈ കുടുംബം, എൻ്റെ ഈ 4 ചുവരുകൾക്കകത്ത് മാത്രം, സമൂഹത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. വിശാലമാകണം. സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നത് അവൻ നിനക്ക് മാത്രമായിരിക്കില്ല ആനന്ദം, സമൂഹത്തിന് മുഴുവൻ അവൻ ആഹ്ലാദത്തിൻ്റെ വിഷയമാകും. മൂന്നാമത്തത്, ദൈവസന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. ഇതും നമുക്ക് പറ്റുന്നൊരു പാളിച്ചയാണ്. അതായത് നല്ലതായിരിക്കും, വീട്ടിൽ നല്ലതായിരിക്കും, നാട്ടിൽ നല്ലതായിരിക്കും. പക്ഷെ ദൈവം തമ്പുരാൻ അവനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതിയാൽ അത്ര നല്ലതായിരിക്കില്ല. വീട്ടിൽ നല്ല കൊച്ചാണ്, നാട്ടിലെല്ലാവർക്കും പരോപകാരിയാണ്, പക്ഷേ പള്ളി കയറത്തില്ല. ഈ 3 കാര്യങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, സമഗ്രത, അത് യോഹന്നാനെ കുറിച്ച് ദൂതൻ ഉറപ്പ് കൊടുക്കുകയാണ്. നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ, ഇവൻ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യം, ദൈവം അവന് വളരെ വ്യക്തിപരമായിട്ട് ഉത്തരം കൊടുത്തു. അതായത് ഈ എല്ലാ വേദനകളുടെയും കണ്ണീരിൻ്റെയും നടുവിലും ദൈവത്തെ അങ്ങ് അള്ളിപ്പിടിക്കണം, ദൈവത്തെ അങ്ങ് ചേർത്ത് പിടിക്കണം. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരും, വ്യക്തിപരമായിട്ട് നമ്മളെ സമീപിക്കും. എന്നിട്ടോ എന്ത് ചോദിച്ചോ അതിനതേപോലെ ഉത്തരം തരും. മൂന്നാമത്, ഉയർന്ന തലത്തിലേക്ക് ഉയരുന്നു, നീ ചോദിച്ചതിനേക്കാൾ വിശിഷ്ടമായൊരു ഉത്തരം നിനക്ക് തരും. ഒരു മകനെ ചോദിച്ചെങ്കിൽ ഏറ്റവും വിശിഷ്ടമായ മകനെ നിനക്ക് തരും. പ്രിയമുള്ളവരെ,
ഇന്ന് നിങ്ങളൊക്കെ ഒരു പ്രാർത്ഥനയിലായിരിക്കും. ഒരു പക്ഷേ ഒരു ഭവനമായിരിക്കും ഇല്ലാത്തത്. കർത്താവേ, ഒരു ഭവനം തരണമേ, പണി കഴിപ്പിച്ച് തരണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും. ആ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കണേ. ഇടറിപ്പോകരുത്, തെന്നിപ്പോകരുത്. വ്യക്തിപരമായി ദൈവം സമീപിക്കും. അവൻ ഉത്തരം തരും, അതും വിശിഷ്ടമായ ഉത്തരം തരും. സക്കറിയായ്ക്ക് സ്നാപക യോഹന്നാനെ കൊടുത്തതുപോലെ. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളായി, കുഞ്ഞുങ്ങളില്ല. ഇങ്ങോട്ട് നോക്ക്, സക്കറിയായിലേക്കും എലിസബത്തിലേക്കും നോക്ക്. നീതിയോടെ ജീവിക്ക്. 3 സവിശേഷതകൾ. നീതിയോടെ ജീവിക്ക്, വേദന ഉണ്ടാകും, ഏറ്റെടുക്ക്, ആരാധനയുടെ കുടുംബമായിട്ട് മാറ്, ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഈ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള 3 വിശേഷണങ്ങളോടെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴും പാവം സക്കറിയായിക്ക്, മനുഷ്യനല്ലേ, ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. അതുകൊണ്ട് സക്കറിയ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഇത് സക്കറിയായുടെ മാത്രം കുറ്റമൊന്നുമല്ല. പണ്ട് അബ്രാഹാം ഉൽപ്പത്തി പുസ്തകത്തിൽ ചോദിച്ച അതേ ചോദ്യം തന്നെയാണിത്. ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ പറയുന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതനാണ്, ഗബ്രിയേലാണ്, ദൈവം ബലവാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുകയാണ്, സക്കറിയ അടയാളം ചോദിക്കുന്നുണ്ട്. പറഞ്ഞതൊക്കെ കൊള്ളാം, അടയാളം താ. ഒരു അടയാളം കൂടെ കൊടുത്തു. എന്താണ്? നീ ഇനി മിണ്ടണ്ടാവൂ എന്ന് ഒരു അടയാളം കൂടെ കൊടുത്തു. സക്കറിയായെ മൂകനാക്കി മാറ്റി. ഇതിനെക്കുറിച്ച് പല ചിന്തകളും ഉണ്ട് കേട്ടോ. സക്കറിയായെ മൂകനാക്കി മാറ്റിയതിൻ്റെ കാരണങ്ങൾ പലത് പറയുന്നുണ്ട്. ഒന്നാമത്, അതൊരു ചെറിയ ശിക്ഷണമാണ്. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാൻ പറ്റാത്തവൻ ഇനി വചനം പറയണ്ട, ഇനി കുറച്ചു കാലത്തേക്ക് മിണ്ടാതിരുന്നു. ദൈവത്തിൻ്റെ വചനം അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റാഞ്ഞവൻ ഇനി വാക്ക് ഉരിയാടണ്ട എന്ന ചെറിയ ശിക്ഷണമാകാം ദൈവത്തിൻ്റെത്. രണ്ടാമത്, ഇനിയും അവിശ്വാസത്തിൻ്റെ ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് വീഴരുത്. ഇനിയും അവിശ്വാസത്തിൻ്റെ ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് വീഴരുത്. അതുകൊണ്ട് ദൈവം തടയിടുക. ഇനി നീ മിണ്ടണ്ട. ഇനി മിണ്ടിയാൽ നീ പിന്നെയും അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു പോയേക്കും. മൂന്നാമതൊരു ചിന്തയുണ്ട്. ഈ ദൈവത്തിൻ്റെ മഹാത്ഭുതത്തെ ധ്യാനിച്ച് അതിങ്ങനെ കൺമുമ്പിൽ ഒരു പൂ പോലെ വിടരുന്നത് കാണണമെങ്കിൽ കുറച്ച് നിശബ്ദത ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ചു നാൾ നീ ഇനി മിണ്ടാതിരിക്കുക, നിശബ്ദമായി ധ്യാനിക്ക്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെ ധ്യാനിക്കുവരെന്ന് പറഞ്ഞാകാം ദൈവം ഇങ്ങനെ ഇവനെ മൂകനാക്കി മാറ്റിയ ആ ഒരു നടപടിയെടുത്തത്. എന്തായാലും പിന്നെ സംഭവിച്ചത്, പിന്നെ സുവിശേഷം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്നറിയാമോ? ഇവർ രണ്ടുപേരും 6 മാസം രഹസ്യമായി, 5 മാസം രഹസ്യമായി കഴിഞ്ഞുകൂടുകയാണ്. സക്കറിയായും എലിസബത്തും പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഇടപെട്ട് തുടങ്ങുമ്പോൾ, ദൈവം നിങ്ങൾക്കായി ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോൾ, ദൈവം നിങ്ങൾക്കായി ഒരു അത്ഭുതം ചെയ്തു തുടങ്ങുമ്പോൾ ഉടനെ നമ്മൾ എടുക്കേണ്ട റെസ്പോൺസ്, നമ്മുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം, നമ്മൾ ചില പ്രാർത്ഥനയുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് ചുരുങ്ങണം. മിഴിപൂട്ടി ധ്യാന നിമഗ്നരാകണം. ആ വലിയ അത്ഭുതം കാണുവാൻ നമ്മളെ തന്നെ ഒരുക്കണം. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ യോഹന്നാൻ പിറക്കും. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കൃപ. ഭവനങ്ങളിലേക്ക് കൃപ ഒഴുകിയിറങ്ങും. റിവിഷൻ നടത്താൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, വലിയൊരു കനപ്പെട്ട വിഷയമൊന്നും ആയിരുന്നില്ല. ലളിതമായൊരു വിഷയത്തെ ലളിതമായി നമ്മൾ സമീപിച്ചു. ഇത്രയേ ഉള്ളൂ. ഈ കാലത്തിന് ഇതുപോലത്തെ മാതാപിതാക്കളെ ആവശ്യമുണ്ട്. ആരെപ്പോലെ? സക്കറിയായെയും എലിസബത്തിനെയും പോലെയുള്ള മാതാപിതാക്കളെ ആവശ്യമുണ്ട്. അവരുടെ പ്രത്യേകതകൾ 3. ഇനിയും എൻ്റെ കൂടെ അധരം തുറന്ന് പറഞ്ഞോണം, കാരണം അത്രയധികം ഞാൻ ആവർത്തിച്ചത് പറഞ്ഞു തന്നു കഴിഞ്ഞു. നിങ്ങളും പറയുക. 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത്, അവരുടേത് നീതിയുള്ള കുടുംബം. 2, വേദനകളിലൂടെ കടന്നു പോകുന്ന കുടുംബം. 3, ആരാധിക്കുന്ന കുടുംബം. അങ്ങനെ വേദനകളിലും ദൈവാരാധനയോടെ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം തരുന്ന സമ്മാനം എന്താ? അവൻ പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് നിന്നെ കാണും. 2, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. 3, പോരാ, അതിവിശിഷ്ടമായ ഒരു ഉത്തരം നിനക്ക് നൽകും. ചില അവിശ്വാസങ്ങളുടെ ലക്ഷണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാം. അതിന് ദൈവം ശിക്ഷണം തരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചില സ്വകാര്യ ധ്യാന ഇടങ്ങളിലേക്ക് പിൻവാങ്ങണം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ മിഴിപൂട്ടി ധ്യാനിക്കണം. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെയൊക്കെ വീടുകളിൽ യോഹന്നാൻ പിറക്കും. നമ്മുടെയൊക്കെ മക്കൾ യോഹന്നാനാകും. എന്ത്? ദൈവത്തിൻ്റെ കൃപയാകും, ദൈവത്തിൻ്റെ ദാനമായി മാറും. അത്തരമൊരു അത്ഭുതം ഭവനങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.